ഇനി ഇപ്പോൾ നമ്മൾ വരച്ച പെൻസിൽ ഡ്രോയിങ്, ക്രയോൺസ്, അത് കഴിഞ്ഞ് വാട്ടർ കളറിലേക്ക് കിടക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഇതേ ചിത്രം പെൻസിലിൽ ആദ്യം വരയ്ക്കുകയാണ്. അതിൻ്റെ സ്കെച്ചിങ് എന്ന് പറയും. 2B പെൻസിൽ ഉപയോഗിച്ച് വരച്ചതാണിപ്പോൾ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ കളറാണ്. അതിന് അത്യാവശ്യം വേണ്ടത് ഒരു 4 or 5 നമ്പറിൻ്റെ ഫ്ലാറ്റ് ബ്രഷാണ്. ഈ ബ്രിഞ്ചോളിൻ്റെ കളർ നമുക്ക് വ്യക്തമായി അറിയാം, പർപ്പിൾ എന്ന കളറാണ്. അത് വാട്ടർ കളറിൽ റെഡും ലൈറ്റ് ബ്ലൂവും മിക്സ് ചെയ്താലും പർപ്പിൾ കളർ കിട്ടും. അതല്ലെങ്കിൽ വാട്ടർ കളർ ആർട്ടിസ്റ്റ് കേക്ക് വാങ്ങിച്ചാൽ അതിൽ ഈ പർപ്പിൾ കളർ തന്നെ ഉണ്ടാവും. അത് ആദ്യമായിട്ട് ഒരു 4 or 5 നമ്പർ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഡാർക്കായിട്ട് ആ കളർ ആദ്യം അപ്ലൈ ചെയ്യുക. അത് ഔട്ട്ലൈൻ പോലെ ആദ്യത്തെ സൈഡിൽ അപ്ലൈ ചെയ്ത് ആ ബ്രിഞ്ചോളിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഗ്രീൻ വരുന്ന ഭാഗം വരെ ഡാർക്കും ലൈറ്റുമായിട്ട് അപ്ലൈ ചെയ്യണം. ഡാർക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ അതേ കളർ തന്നെ അപ്ലൈ ചെയ്യുകയും ലൈറ്റ് ആക്കാൻ വേണ്ടി ആ കളറിൽ ബ്രഷ് വാഷ് ചെയ്തതിന് ശേഷം അതിൽ വെറും വെള്ളം മുക്കി ഈ കളറിനെ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡാർക്ക് പർപ്പിൾ കളറിനെ വെറും വെള്ളം വെച്ച് ഫെയ്ഡാക്കി ആ കളറ് ലൈറ്റാക്കി ഹൈലൈറ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് യഥാർത്ഥ വാട്ടർ കളറിൻ്റെ രീതി. ഡാർക്ക് കളറിന് വെള്ളം ചേർത്ത് ലൈറ്റാക്കി അതിനെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ഗ്രേഡിയൻറ്റ് കുറയും പോലെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും വാട്ടർ കളർ വർക്ക് ചെയ്യുമ്പോൾ ബ്രഷ്, വെള്ളം, അത് ബ്രഷ് കഴുകി തുടയ്ക്കാനുള്ള തുണി ഒക്കെ കരുതിയിരിക്കണം. എന്നിട്ട് വേണം ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്യാൻ. വെള്ളവും തുണിയും മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ബ്രഷ് കഴുകിയ ശേഷം ബ്രഷിലെ കളർ തുണിയിൽ തുടച്ചിട്ട് വെറും വെള്ളമെടുത്ത് ഈ ഡാർക്ക് കളറിൻ്റെ പുറത്ത് വെള്ളം മാത്രം വച്ച് മിക്സ് ചെയ്താണ് ലൈറ്റ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ട ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ബ്രിഞ്ചോളിൻ്റെ മുകൾ വശത്ത് പച്ച വരുന്ന ഭാഗത്തിന് അടിയിലായി കുറച്ചുകൂടെ ഡാർക്ക് കളർ വരണം. അതുകൊണ്ട് അവിടെ നമ്മൾ കുറച്ചുകൂടെ ഡാർക്കാക്കി പർപ്പിൾ ഉപയോഗിക്കുക. എന്നിട്ട് വീണ്ടും ബ്രഷ് വാഷ് ചെയ്ത് വെള്ളത്തിൽ മുക്കി അതിനെ ലൈറ്റാക്കി ഹൈലൈറ്റാക്കി എടുക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകൾ വശത്തുള്ള ഗ്രീൻ കളറിലേക്കാണ്. നമ്മൾ ക്രയോൺസിൽ ചെയ്തതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ്. ആദ്യം ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്യുന്നു. ഡാർക്ക് ഗ്രീൻ വരേണ്ട വെട്ടം വീഴാത്ത ഭാഗങ്ങളിലേക്കുള്ള, അല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്നാണ് വെളിച്ചം വരുന്നതിൻ്റെ ആപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഡാർക്ക് ഗ്രീൻസ് കൊണ്ടുവരിക. ക്രയോൺസിൽ നമ്മൾ ചെയ്തത് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. അതിൽ ഡാർക്ക് കളർ ഉപയോഗിച്ചതിന് ശേഷം എവിടെയൊക്കെയാണോ അതേ ഡാർക്ക് ഗ്രീൻ കളർ ഉപയോഗിക്കേണ്ടത് അവിടെയൊക്കെ ആ ഡാർക്ക് ഗ്രീൻ കളർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത്രയും ഡാർക്ക് കളർ വീണ്ടും ഡാർക്ക് ഗ്രീൻ അഥവാ ഡാർക്കായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ കൂടെ ഗ്രീനോട് ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് കിട്ടുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡാർക്ക് ഗ്രീനിനോടൊപ്പം ഡാർക്ക് ബ്ലൂ കൂടെ ശകലം ചേർത്താൽ മതി. അതിനുശേഷം ലൈറ്റ് ഗ്രീനാണ്. ലൈറ്റ് ഗ്രീൻ എന്ന കളർ ഉണ്ടാവും. അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീനിന് പകരം ഡാർക്ക് ഗ്രീനിൽ ശകലം യെല്ലോയും ചേർത്ത് മിക്സ് ചെയ്താലും ലൈറ്റ് ഗ്രീനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കാൻ ഡാർക്ക് ഗ്രീൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനോടൊപ്പം മഞ്ഞ കൂടെ ചേർത്ത് ലൈറ്റ് ആക്കിയാലും ലൈറ്റ് ഗ്രീൻ ആകും. അങ്ങനെ ഇത് പച്ച കളറിൻ്റെ ഡാർക്കും ലൈറ്റും ഏകദേശം അപ്ലൈ ചെയ്തു. അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിലും
കുറച്ചുകൂടെ ബ്ലൂ ചേർത്ത് ഡാർക്ക് ഗ്രീന് ഒന്നുകൂടെ അതേ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇതിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വാട്ടർ കളറിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔട്ട്ലൈൻ ഒരിക്കലും ബ്ലാക്ക് കളർ ഉപയോഗിക്കരുത്. വാട്ടർ കളർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വാട്ടർ കളറിനോടൊപ്പം വരുന്ന ബ്ലാക്ക് കളർ ഉപയോഗിക്കരുത്. പകരം ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ഗ്രീന്, റെഡ്, ബ്ലൂ ഈ കളേഴ്സ് മിക്സ് ചെയ്താൽ നല്ല ഡാർക്ക് ബ്ലാക്ക് പോലുള്ള ഒരു കളർ കിട്ടും. അത് പ്രൈമറി കളറല്ല, സെക്കൻഡറി കളറല്ല, ഒരു മിക്സ് ചെയ്ത് വരുന്ന കളറായതുകൊണ്ട് ആ കളറിന് ആവശ്യമായ ഔട്ട്ലൈൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മറ്റ് കളേഴ്സിന് അവ മെഴുങ്ങുന്നില്ല. അതുകൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലാക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ടർ കളറിൻ്റെ മറ്റ് കളേഴ്സ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ബ്ലാക്ക് മാത്രം ഒപ്പേക്കായിട്ട് അത് മാത്രം തെളിഞ്ഞ് കാണുകയും മറ്റു കളറൊക്കെ ഈ ബ്ലാക്കിൻ്റെ എഫക്റ്റിൽ അത് ഡെഡാവുകയും ചെയ്യും. അതിനാൽ വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ബ്ലാക്ക് കളർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിന് പകരം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ബ്രൗണ്, അതിനോടൊപ്പം ഡാർക്ക് ഗ്രീന്, ഡാർക്ക് ബ്ലൂ, ശകലം റെഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഡാർക്ക് കളർ കിട്ടും. അതുപയോഗിച്ച് ഔട്ട്ലൈൻ വരയ്ക്കാവുന്നതാണ്. അതല്ല, നമുക്ക് ഏത് കളറായാലും ആ കളറിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ ചേർത്താൽ കുറച്ച് ഡാർക്ക് കളർ കിട്ടുന്നതാണ്. ഓബ്ജക്റ്റിനനുസരിച്ച് അതിൻ്റെ കളറിൻ്റെ ഡെപ്തുള്ള കളർ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയുമായാൽ ഏകദേശം നമ്മുടെ വാട്ടർ കളറിൻ്റെ വർക്കുകൾ പൂർത്തിയായി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ താഴ്വശത്ത് നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിലും ക്രയോൺസിലും ചെയ്തതുപോലെ ഈ ഓബ്ജക്റ്റ്, ഈ ബ്രിഞ്ചോൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഇരിക്കുന്നതായി തോന്നാൻ വേണ്ടി ഒരു ഷെയ്ഡ് കൂടെ കൊടുക്കുക. അത് നമ്മൾ ക്രയോൺസിൽ കാണിച്ചത് വ്യക്തമായിട്ട് കാണാമായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ശകലം ബ്രൗണോ അല്ലെങ്കിൽ ബ്രിഞ്ചോളിൻ്റെ അതേ കളറായ വയലറ്റിൻ്റെ കുറച്ച് ഡാർക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് അത് ലൈറ്റ് ബ്ലൂ കൂടെ മിക്സ് ചെയ്ത് ലൈറ്റാക്കി സർഫസ് കളറിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട രീതി. എല്ലാവർക്കും ഈ വാട്ടർ കളറിൻ്റെ എളുപ്പ വഴികൾ മനസ്സിലായി എന്ന് കരുതുന്നു. പെൻസിൽ ഡ്രോയിങ്, ക്രയോൺസിൻ്റെ കളറിങ്, അടുത്ത വാട്ടർ കളർ, ഇത് മൂന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് എന്തെങ്കിലും ഭാഗത്ത് ഡാർക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡാർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കാഴ്ചയിൽ അത് കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് മതി. ഇതായിരുന്നു വാട്ടർ കളറിൽ എളുപ്പമായിട്ട് നമുക്ക് ഏത് പടവും അപ്ലൈ ചെയ്യാനും. അതിൻ്റെ വേണമെങ്കിൽ നമ്മൾ ഈ ബ്രിഞ്ചോളിൻ്റെ പച്ച വരുന്ന ഭാഗങ്ങളിൽ ആ ഒരു ഫോൾഡ് തോന്നിക്കാൻ വേണ്ടി ശകലം ബ്ലാക്ക് പോലെ ഡാർക്ക് കളർ, ബ്ലാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്, നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ ഉപയോഗിച്ച അതേ കളർ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പെൻസിൽ ഡ്രോയിങ്ങും അതോടൊപ്പം ക്രയോൺസും അതോടൊപ്പം വാട്ടർ കളറും